നമസ്കാരം, ഞാൻ മജീഷ് ഉള്ളൂർ. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളായാലും നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. നിഫ്റ്റിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ്. നൽകിയിരിക്കുന്ന ഒരു പ്ലാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ഈ ഒരു റേഞ്ചിലാണ് സൂചിപ്പിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിൽ തുടർച്ചയായിട്ടുള്ള റെസിസ്റ്റൻസുകൾ നമ്മൾ നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവുക അത്. അതായത് 24,420, 442, 475 ഈ മൂന്ന് റെസിസ്റ്റൻസും ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ ആക്ട് ചെയ്തിരുന്നു. അതിനുശേഷം തുടക്കത്തിൽ ഓപ്പണിംഗ് ശ്രദ്ധിക്കുക. ഓപ്പണിംഗ് തന്നെ സപ്പോർട്ടിന്റെ താഴെയാണ്. 24,305 താഴെ ഒരു ഓപ്പണിംഗ്, ചെറിയ ടൈം ഫ്രെയില്, വലിയ ടൈം ഫ്രെയില് ഷോർട്ട് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാമെന്നാണ് സൂചിപ്പിച്ചിരുന്നത്. അടുത്തൊരു സപ്പോർട്ട് എത്തുമ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. 24,210 സപ്പോർട്ട് നൽകിയിരുന്നത്. ആ ഒരു സപ്പോർട്ടിൽ ബൗൺസ് ചെയ്തു 305 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു. അതിനുശേഷം നിഫ്റ്റി 420 ബ്രേക്ക് ചെയ്തു, 442 ബ്രേക്ക് ചെയ്തു. അതിനുശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം നിഫ്റ്റി 24,348 ചാർട്ടിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. നിഫ്റ്റിക്ക് 400ന്റെ മുകളിലാണ് റെസിസ്റ്റൻസ്. കഴിഞ്ഞ ദിവസം വീഡിയോസിൽ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്. 400ന്റെ മുകളിൽ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നിഫ്റ്റിയിലും വരും ദിവസങ്ങളിൽ എങ്ങനെ മാനേജ് ചെയ്യാം, റൈറ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ്. 435 ഹയർ ലെവൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇൻ കേസ് ഇതിന്റെ ഒരു മുകളിലൊക്കെ ഓപ്പൺ ചെയ്താലും 435 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രം ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 24,385 സപ്പോർട്ടായിട്ട് നിലനിൽക്കുന്നത്. അതിനുശേഷമായാലും 24,345 നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു റേഞ്ചിലാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഈ ഒരു റേഞ്ചിന്റെ മുകളിലേക്ക് 24,475 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. തൊട്ട് താഴെ സപ്പോർട്ടിൽ സ്റ്റോപ്പ് ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അതിനുശേഷമായാലും ഹയർ ലെവൽ റെസിസ്റ്റൻസ് 575 ആണ്. 575 600ന്റെ അടുത്ത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. ഈ രണ്ട് ഏരിയയിലല്ല ഓപ്പൺ ചെയ്യണമെങ്കിൽ ഈ ഒരു സപ്പോർട്ട് എന്നുള്ളൊരു ബൈക്ക് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ വരുന്ന ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാവുന്നതാണ്. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. സപ്പോർട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടാണെങ്കിൽ വീക്ക്നെസ് ആയിരിക്കും. ഈ ഒരു ലെവല് ശ്രദ്ധിക്കേണ്ട സപ്പോർട്ട് എന്ന് പറയുന്നത് 24,315 വരെ നല്ല സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. 315 ഹോൾഡ് ചെയ്തുകൊണ്ട് 345 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിന്റെ സാധ്യതയാണ്. 345, 315 സപ്പോർട്ട് സോൺ ആണ്. ഇതും ബ്രേക്ക് ചെയ്താൽ വീക്ക്നെസ് ആണ്. 250 ആണ് അടുത്തൊരു സപ്പോർട്ട് വരുന്നത്. അതിനുശേഷമായാലും 160 നിഫ്റ്റിയുടെ സപ്പോർട്ട് വരുന്നത്. അതിനുശേഷമായാലും 24,085 സപ്പോർട്ട് വരുന്നത്. ഹയർ ലെവൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽ പറഞ്ഞു 24,575 600 ഈ ഒരു ലെവൽ കുറച്ചൊരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. 400ന്റെ മുകളിൽ കുറച്ച് എത്രത്തോളം സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കുമെന്ന് പറയാൻ സാധ്യതയില്ല. പക്ഷെ ഹോൾഡിംഗ് ബേസിസിൽ നിലനിർത്തിയ കുറച്ചൊരു സ്ട്രെങ്ത് ഉണ്ടായിരിക്കും. 600 ലെവൽ വരെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയുടെ ഇത്തരം സപ്പോർട്ട് അനുസരിച്ച് മാനേജ് ചെയ്യുക. നമുക്ക് ഫിൻ നിഫ്റ്റി നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആണെങ്കിൽ ഫിൻ നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു വർക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. ഓപ്പണിംഗ് തന്നെ സപ്പോർട്ടിന്റെ ഒരു താഴെയുള്ള ഒരു ഓപ്പണിംഗ് ആണ്. ചെറിയ ടൈമില് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. റൈറ്റ് 22,750 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് ബൈ ഓപ്പർച്യൂണിറ്റി 960 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു. അതിനുശേഷം 23,060 മുകളിലേക്കും ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്തു. അതിനുശേഷം ഒരു പോസിറ്റീവ് സെന്റിമെന്റ് തന്നെയാണ് ഫിൻ നിഫ്റ്റിയിലും. അടുത്ത റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്തില്ല. അതിനുശേഷം ഈ ഒരു സപ്പോർട്ടിന്റെ ഒരു താഴെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഫിൻ നിഫ്റ്റിയിലും വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. കറന്റ് ട്രെൻഡ് ഇന്റർവെൽ മാത്രം മാനേജ് ചെയ്യാനായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഹയർ ലെവൽ റെസിസ്റ്റൻസ് 23,145, 105 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മാക്സിമം സ്റ്റോപ്പ് ലോസ് 105 പക്ഷേ 200 അടുത്ത് സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. 200, 285 എന്ന് പറയുന്ന ഏരിയ സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ആണ്. 208ന്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. 105 ബ്രേക്ക് ചെയ്താൽ വീക്ക്നെസ് ആണ്. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. സപ്പോർട്ടിലാണ്, ബൈക്കാണ് സാധ്യത. ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. അടുത്ത റെസിസ്റ്റൻസ് മനസ്സിലാക്കി വെക്കുക.
ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. സപ്പോർട്ടിന്റെ താഴെയാണെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 890 സപ്പോർട്ട്. അതിനുശേഷം ആയാലും 720 ഫിൻ നിഫ്റ്റിയുടെ സപ്പോർട്ട്. ഫിൻ നിഫ്റ്റിയിലായാലും ഇത്തരം സപ്പോർട്ട് മാനേജ് ചെയ്തുകൊണ്ട് എക്സാക്ട് ആയിട്ടുള്ള ട്രെൻഡ് നിലനിൽക്കുക. അതിനുശേഷം ലോവർ ലെവലിൽ 22,650 സപ്പോർട്ട്. ഹയർ ലെവലിൽ ഇതിന്റെ മുകളിൽ വേറെ റെസിസ്റ്റൻസ് ഇല്ല. ഇതിന്റെ മുകളിൽ ബൈ സെന്റിമെന്റ് എന്ന് പറയുന്ന രീതിയിൽ മാനേജ് ചെയ്യുക. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി ആയാലും ഇന്നത്തെ ഒരു വർക്കിംഗ് മനസ്സിലാവും. റെസിസ്റ്റൻസിന്റെ ഒരു താഴെ ഓപ്പണിംഗ് ആണ്. അതിനുശേഷം സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്യുന്ന ഒരു ബൈല സെന്റിമെന്റ് തന്നെയായിരുന്നു. ബാങ്ക് നിഫ്റ്റി സിറ്റുവേഷൻ ആണെങ്കിൽ 50,485 സപ്പോർട്ടാണ്. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും സപ്പോർട്ടിലാണെങ്കിൽ ബൈക്കാണ് സാധ്യത. ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. സ്ട്രോങ് റെസിസ്റ്റൻസ് 50,830, 50,900 എന്ന് പറയുന്ന ഒരു ഏരിയ. 830 താഴത്തേക്ക് തിരിച്ച് സസ്റ്റൈൻ ചെയ്താൽ വീക്ക്നെസ് ആണ്, അല്ലെങ്കിൽ പോസിറ്റീവ് സെന്റിമെന്റ്. ഹയർ ലെവലിൽ മുൻപ് നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റിയിൽ ഓപ്പൺ ചെയ്യുന്നത് ഈ രണ്ട് റേഞ്ചിന്റെ ഇടയിലാണെങ്കിൽ ഈ ഒരു റേഞ്ച് എങ്ങോട്ടെങ്കിലും ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഓപ്പൺ ചെയ്യുന്നത് 50,285 സപ്പോർട്ടിന്റെ ഒരു താഴെയാണെങ്കിൽ വീക്ക്നെസ് ആണ്. ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 49,930 സപ്പോർട്ടാണ്. അതുപോലെ തന്നെ 49,800 സപ്പോർട്ടാണ്. ഈ രണ്ട് സപ്പോർട്ട് ലോവർ ലെവല് നല്ല സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യും. മാർക്കറ്റ് ലെവൽ യൂസറായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റ് വീണ്ടും കാണാം. താങ്ക് യു.